ഡിസിഷൻ തിയറി. അപ്പോൾ ഡിസിഷൻ തിയറി നമ്മൾ പറഞ്ഞ പോലെ പല മാനേജർമാർക്കും ഡിസിഷൻ മേക്കേഴ്സിനും പല ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻസ് ഉണ്ടാവും. അതിൽ നിന്ന് അവർ ബെസ്റ്റായിട്ടുള്ള ഏറ്റവും നല്ലൊരു ആക്ഷൻ ഏതാണ് എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസാണ് നമ്മളിവിടെ പറയുന്നത് ഡിസിഷൻ തിയറിയിൽ. അപ്പോൾ ഡിസിഷൻ തിയറി പ്രൊവൈഡ്സ് ദ ഡിസിഷൻ മേക്കർ with statistical tools to choose the best alternatives among the available courses of action. പല ആക്ഷനുകളും അയാൾക്ക് എടുക്കാം. ഓരോ ആക്ഷനും അതിൻ്റേതായിട്ടുള്ള ഔട്ട്കംസ് ഉണ്ടാവും. അപ്പോൾ ഏതാണോ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസാണ് നമ്മൾ ഡിസിഷൻ തിയറിയിൽ പഠിക്കാൻ പോകുന്നത്. അത് ഡിസിഷൻ തിയറീനെ പിന്നെ മെയിനായിട്ടും നമ്മൾ കാണാൻ പോകുന്ന കുറച്ച് ടേംസാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ടേമാണ് കോഴ്സസ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ആക്ട്. അതായത് ഏതൊക്കെ ഓൾട്ടർനേറ്റീവ് ഡിസിഷൻസ് ആണ് ഡിസിഷൻ മേക്കറിന് എടുക്കാൻ പറ്റുക എന്നാണ് എന്ത് പറഞ്ഞിരുന്നത്, കോഴ്സസ് ഓഫ് ആക്ഷൻ പറഞ്ഞിരുന്നത്. ഏതൊക്കെ ഡിസിഷൻസ്, ഓൾട്ടർനേറ്റീവ് ഡിസിഷൻസ് ഏതൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് കോഴ്സസ് ഓഫ് ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അവരെ A1 A2 അങ്ങനെ പറഞ്ഞിട്ടുള്ള ലെറ്റേഴ്സ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാൻ പോകുന്നത്. അടുത്തതാണ് സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ, അല്ലെങ്കിൽ അവർ ഇവൻറ്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഔട്ട്കംസ് എന്ന് പറയും. അതായത് ഓരോ ആക്ഷനും അല്ലെങ്കിൽ ഓരോ ഡിസിഷനും എടുക്കുമ്പോൾ ഉണ്ടാവാവുന്ന എന്തൊക്കെ ഔട്ട്കമ്മുകൾ, എന്തൊക്കെ റിസൾട്ടുകളാണ് വരാവുന്നത്, അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അവരെ നമ്മൾ S1 S2 S3 എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ വി ഹാവ് പേ ഓഫ് ടേബിൾ. പേ ഓഫ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഓരോ കോഴ്സ് ഓഫ് ആക്ഷൻ എടുത്താലും അതിനോരോ ഔട്ട്കം കിട്ടുമല്ലോ, അതിന് വരുന്ന കോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ റവന്യൂനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പേ ഓഫ് ടേബിൾ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ. ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ നോക്കും ഓരോ സ്റ്റേറ്റിലും, അത് ഓരോന്നിനും മൈനസ് ചെയ്ത് കിട്ടുന്നതാണ്. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ കാണിച്ചു തരാം. സാധാരണ നമ്മളൊരു പേ ഓഫ് ടേബിൾ ഈ രൂപത്തിലായിരിക്കും ഉണ്ടാവും. അതായത് ഇവിടെ ആക്ഷനുകൾ എഴുതിയിട്ടുണ്ടാവും, അതിൻ്റെ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ടേബിളിലുള്ള ഓരോ എൻട്രിയും ഓരോ ഓരോ ആക്ഷനുകളും എടുത്താൽ ഉണ്ടാവുന്ന റിസൾട്ടുകൾ, ഇപ്പോൾ A1 എടുത്താൽ S1 എന്ന് പറഞ്ഞ റിസൾട്ടാണ് വരുന്നുണ്ടെങ്കിൽ വരുന്ന കോസ്റ്റാണ് എന്ത്, 750 കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുമാതിരി A2 എന്ന് പറഞ്ഞ ആക്ഷൻ എടുത്താൽ വരുന്ന റിസൾട്ട് S1 ആവുമ്പോഴുള്ള കോസ്റ്റ്. അങ്ങനെയാണ് നമ്മൾ പേ ഓഫ് ടേബിളുകൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ കണ്ടത് വിചാരിച്ചാൽ, ഓരോ സ്റ്റേറ്റ് ഓഫ് നേച്ചറിലും വരുന്ന മാക്സിമം ഏതാണ് എന്ന് നോക്കി, 72 ഇതിലുള്ള എല്ലാത്തിനും 72 എല്ലാവരെയും മൈനസ് ചെയ്യുക, ബാക്കിയുള്ള എല്ലാ ഇതിനെയും മൈനസ് ചെയ്യുക. അപ്പോൾ ബെസ്റ്റ് പേ ഓഫ് ഇതിൽ ഏതാണ്, 72 ആണ്. അത് 72 ബാക്കിയുള്ള എല്ലാ കോസ്റ്റുകളെയും നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം 72 മൈനസ് 50 വരും. ദെൻ വി ഹാവ് ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിളിൽ ലോസ് എത്രയാണ്, 22. 72 മൈനസ് 72, ഇവിടെ ഒരു ലോസും ഇല്ല. 72 മൈനസ് 64 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന ലോസ് എത്രയാണ്, 12 ആണ്. അതുമാതിരി സെക്കൻഡ് സ്റ്റേറ്റിൽ നോക്കി, അതിൽ 70 ആണ് ബെസ്റ്റ് പേ ഓഫ്. അപ്പോൾ 70 മൈനസ് 45 ചെയ്യണം അല്ലേ, 70 മൈനസ് 45 ചെയ്യുന്നു. ദെൻ വിൽ ഗെറ്റ് 25. 70 മൈനസ് 56 നമ്മൾ ചെയ്യുന്നു, അപ്പോൾ നമുക്ക് 14 എന്ന് കിട്ടുന്നു. 70 മൈനസ് 70 ഇവിടെ 0 കിട്ടുന്നു. അങ്ങനെ അടുത്തതിൽ ബെസ്റ്റ് നോക്കി 80 ആണ്. 80 മൈനസ് 80 0, 80 മൈനസ് 60 20, 80 മൈനസ് 72 8. ഇങ്ങനെ കിട്ടുന്ന ഒരു ടേബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഏതൊക്കെയാണ് ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ് 4 എണ്ണാക്കിയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. 1 is ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സർട്ടനിറ്റി, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ കോൺഫ്ലിക്റ്റ്. അതിൽ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടനിറ്റിയിൽ നമുക്കൊരു പ്രശ്നവുമില്ല. അതായത് ഡിസിഷൻ മേക്കറിന് ഉറപ്പായിട്ട് അറിയും ഇന്ന ആക്ഷൻ എടുത്താൽ ഇന്ന റിസൾട്ടാണ്, ഇന്ന ഔട്ട്കം വരുമെന്ന് അയാൾക്ക് കറക്റ്റായിട്ട് അറിയും. സെർട്ടൺ ആണ് ഇന്ന റിസൾട്ടാണ് വരിക എന്ന്. അപ്പോൾ നമുക്ക് പിന്നെ വേറൊരു ആക്ഷൻസും ഒന്നും എടുക്കേണ്ട, വേറെ ഡിസിഷൻ മേക്കിംഗ് ഒന്നും പ്രത്യേകമായിട്ട് നടത്തേണ്ട ആവശ്യമില്ല. ഇന്ന് ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ തന്നെ അവിടെ സെലക്ട് ചെയ്യും. ഇവിടെ ഒരു പ്രശ്നവുമില്ല. നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റിയാണ്.
ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടണിറ്റിയിൽ ഡിസിഷൻ മേക്കറിന് ഒരു ഐഡിയ ഇല്ല ഏത് ആക്ഷൻ എടുത്താൽ ഏത് സ്റ്റേറ്റ് ഓഫ് നേച്ചറാണ് വരാൻ പോകുന്നത്, അതിൻ്റെ സാധ്യത എത്രയാണെന്ന് പോലും അയാൾക്ക് അറിയില്ല. അങ്ങനത്തെ ഒരു കേസാണ് ഇവിടെ വരുന്നത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടണിറ്റിയിൽ വരുന്നത്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടണിറ്റിയിൽ നമ്മൾ കുറച്ച് ക്രൈറ്റീരിയാസ് ഉപയോഗിച്ചിട്ടാണ് അവർ കണ്ടുപിടിക്കുന്നത്. വൺ ഇസ് മാക്സിമാക്സ് ക്രൈറ്റീരിയ, മിനിമാക്സ് ക്രൈറ്റീരിയ, മാക്സിമിൻ ക്രൈറ്റീരിയ, ലാപ്ലാസ് ക്രൈറ്റീരിയ, ഹർവിക്സ് ആൽഫ ക്രൈറ്റീരിയ. ഇത്ര ക്രൈറ്റീരിയ വെച്ചിട്ടായിരുന്നു നമ്മൾ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടണിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്രൈറ്റീരിയ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു പേ ഓഫ് ടേബിൾ തന്നിട്ടുണ്ട്. S1, S2, S3 ആൻഡ് ആക്ഷൻസ് A1, A2, A3. അതിൽ ഉള്ള പേ ഓഫുകൾ തന്നിട്ടുണ്ട്. നമ്മളിവിടെ മാക്സിമാക്സ് ക്രൈറ്റീരിയ ആണ് നോക്കാൻ പോകുന്നത്. അതായത് മാക്സിമം ഓഫ് മാക്സിമം പേ ഓഫ്, ഏറ്റവും മാക്സിമം ഓരോ ആക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടും മാക്സിമം കാണും. ആ കൂട്ടത്തിലുള്ള മാക്സിമം ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഓരോ ആക്ഷൻ അനുസരിച്ചിട്ടുള്ള മാക്സിമം ആണ് ഇവിടെ നോക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ആക്ഷൻ ഇസ് A1, അതിലുള്ള മാക്സിമം പേ ഓഫ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മാക്സിമം നോക്കാൻ പോവുകയാണ്. ഇവിടെ മാക്സിമം എത്രയാണ്? 250 ആണ് മാക്സിമം പേ ഓഫ്. അടുത്തത് A2 നോക്കി, അതിലെ മാക്സിമം പേ ഓഫ് എത്രയാണ്? 40 ആണ്. ആൻഡ് A3 നോക്കി, അവിടുത്തെ മാക്സിമം പേ ഓഫ് എത്രയാണ്? 60 ആണ്. അപ്പം മാക്സിമങ്ങളുടെ മാക്സിമം ഏതാണ്? 250 ആണ്, വിച്ച് കറസ്പോണ്ട്സ് ടു ദി കോഴ്സ് ഓഫ് ആക്ഷൻ A1. അപ്പം ഈ ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന കോഴ്സ് ഓഫ് ആക്ഷൻ ഏതാണ്? A1 എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് ഓഫ് ആക്ഷൻ ആണ്, അല്ലെങ്കിൽ ആ ഡിസിഷനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇനി അടുത്തത് മിനിമാക്സ് ക്രൈറ്റീരിയ ആണ്. അപ്പോൾ നമുക്കൊരു പേ ഓഫ് ടേബിൾ തന്നിട്ടുണ്ടാവും. മിനിമാക്സ് ക്രൈറ്റീരിയയിൽ നമ്മൾ പേ ഓഫ് ടേബിൾ അല്ല ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ ആണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ആക്ഷനുകൾക്കും A1, A2, A3, ഓരോ സ്റ്റേറ്റ് ഓഫ് നേച്ചർ S1, S2, S3. അതായത് ഇവിടെ ഓരോ സ്റ്റേറ്റ് ഓഫ് നേച്ചറിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ എന്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ്? ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. എന്താ ചെയ്യുക? ഓരോ സ്റ്റേറ്റ് ഓഫ് നേച്ചറിൻ്റെയും മാക്സിമത്തിൽ നിന്ന് ബാക്കി എല്ലാവരും നമ്മൾ മൈനസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 0 വരും. 210 വന്നു. 250 മൈനസ് 60, 190 വന്നു. പിന്നെ അടുത്തതിൽ മാക്സിമം 25 ആണ്. 25 എല്ലാത്തിൽ നിന്നും മൈനസ് ചെയ്യുന്നു. 10, 5, 0. അടുത്ത മാക്സിമം 10 ആണ്. 10 എല്ലാത്തിൽ നിന്നും 10 നിന്ന് എല്ലാവരും മൈനസ് ചെയ്യുക. 10 മൈനസ് 5, 5, 10 മൈനസ് 3, 7. ഇതാണ് ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ. ഇതിലാണ് മിനിമാക്സ് ക്രൈറ്റീരിയ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. മിനിമാക്സ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് മാക്സിമംസ്. അപ്പം ഇതിൽ മാക്സിമങ്ങൾ കാണുക, അവരുടെ മിനിമം ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ A1 എന്ന് പറഞ്ഞ ആക്ഷൻ്റെ മാക്സിമം ആണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. വാട്ട് ഇസ് ദ മാക്സിമം വാല്യൂ? ഇവിടെ 10 ആണ്. A2ൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? 210 ആണ്. A3യുടെ മാക്സിമം വാല്യൂ എത്രയാണ്? 190 ആണ്. അപ്പോൾ മാക്സിമം കണ്ടു. നമുക്ക് മിനിമം ഓഫ് മാക്സിമം ആണ് വേണ്ടത്. മാക്സിമങ്ങളുടെ മിനിമം, ദറ്റ് ഈസ് 10, വിച്ച് കറസ്പോണ്ട്സ് ടു ദ കോഴ്സ് ഓഫ് ആക്ഷൻ A1. ഇത് പ്രകാരവും നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന കോഴ്സ് ഓഫ് ആക്ഷൻ ഏതാണ്? A1 എന്ന് പറഞ്ഞ കോഴ്സ് ഓഫ് ആക്ഷൻ ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് മാക്സിമിൻ ക്രൈറ്റീരിയ, ദറ്റ് ഈസ് മാക്സിമം ഓഫ് മിനിമം. ഇതിനെ പെസിമിസ്റ്റിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഓഫ് പെസിമിസം എന്ന് പറയും. മാക്സിമാക്സിന് ഒപ്റ്റിമിസം എന്നും പറയും. ക്രൈറ്റീരിയ ഓഫ് ഒപ്റ്റിമിസം എന്ന് പറയും. അപ്പോൾ ഇവിടെ മാക്സിമം ഓഫ് മിനിമംസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും മിനിമം വാല്യൂ ആണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓരോ കോഴ്സ് ഓഫ് ആക്ഷൻ്റെയും മിനിമം. അപ്പോൾ ഫസ്റ്റ് A1ൻ്റെ മിനിമം 10 ആണ്. A2ൽ മിനിമം വരുന്നത് 5 ആണ്. A3ൽ മിനിമം വരുന്നത് 3 ആണ് അല്ലേ? അപ്പം ഇവിടെ മിനിമങ്ങളുടെ മാക്സിമം ഓഫ് മിനിമംസ്. അപ്പം മാക്സിമം ഓഫ് മിനിമംസ് എത്രയാണ്? 10 ആണ്, വിച്ച് അഗെയിൻ കറസ്പോണ്ട്സ് ടു ദ ആക്ഷൻ A1. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏതാണ്? A1 എന്ന് പറയുന്ന കോഴ്സ് ഓഫ് ആക്ഷൻ ആണ്. നെക്സ്റ്റ് ഇസ് ലാപ്ലാസ് ക്രൈറ്റീരിയ. ലാപ്ലാസ് ക്രൈറ്റീരിയനിൽ നമ്മൾ ചെയ്യുന്നത് ഓരോന്നിൻ്റെയും ഓരോ കോഴ്സ് ഓഫ് ആക്ഷൻ്റെയും ആവറേജ് വാല്യൂ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് 250 പ്ലസ് 15 പ്ലസ് 10 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ നമ്മളിവിടെ എന്താ കാണാൻ പോകുന്നത്? ആവറേജുകളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ആവറേജ് 250 പ്ലസ് 15 പ്ലസ് 10,
that is 275 divided by 3. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ 91.67 ആണ്. ഇനി അടുത്തതിൻ്റെ ആവറേജ് 40 പ്ലസ് 20 പ്ലസ് 5 65 by 5 ആണ് വരുന്നത്. ആൻഡ് ദ വാല്യൂ ഈസ് 21.67. അപ്പോൾ ഇത് രണ്ടാമത്തത്. മൂന്നാമത്തത് 60 പ്ലസ് 25 പ്ലസ് 3 ദറ്റ് ഈസ് 88 by 3 ആണ് വരുന്നത്. ആൻഡ് ദ വാല്യൂ ഈസ് 29.33. ഇപ്പോൾ ലാപ്ലാസിൽ നമ്മൾ എന്ത് ചെയ്തു? ഓരോ ആക്ഷനുകളുടെയും ആവറേജ് കണ്ടുപിടിച്ചു, അവരുടെ മാക്സിമം നോക്കി. അവരുടെ മാക്സിമം ഏതാണ്? 91.67, വിച്ച് കറസ്പോണ്ട്സ് ടു ദി കോഴ്സ് ഓഫ് ആക്ഷൻ A1. ഇവിടെ നമ്മൾ കോഴ്സ് ഓഫ് ആക്ഷൻ A1 ആണ് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഹർവിക്സ് ആൽഫ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്. ഹർവിക്സ് ആൽഫ ക്രൈറ്റീരിയനിൽ നമുക്ക് തന്നിരിക്കുന്ന ആൽഫയുടെ വാല്യൂ തന്നിട്ടുണ്ടാവും. ദറ്റ് ഇസ് കോഎഫിഷ്യന്റ് ഓഫ് ഒപ്റ്റിമിസം ആണ്. അത് 0.6 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ മാക്സിമവും മിനിമവും കാൽക്കുലേറ്റ് ചെയ്യും. ഓരോന്നിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമവും മിനിമവും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാണും. 250യും മിനിമം ഇസ് 10. ഇവിടെ മാക്സിമം ഇസ് 40, minimum value is 5. ഇവിടെ maximum is 60, minimum value is 3. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോന്നിന് കറസ്പോണ്ടിങ് ആയിട്ടും ഹർവിക്സ് ആൽഫ ക്രൈറ്റീരിയൻ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് മാക്സിമം ഇൻറ്റു 0.6 പ്ലസ് മിനിമം ഇൻറ്റു 1 മൈനസ് ആൽഫയാണ്. അതായത് 1 മൈനസ് ആൽഫ ഇപ്പോൾ എത്രയായിരിക്കും ഇവിടെ? 1 മൈനസ് ആൽഫ ഇസ് ഈക്വൽ ടു 0.4 ആണ്. അപ്പോൾ 0.4 മിനിമം ഇൻറ്റു 10 ഇൻറ്റു 0.4 കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന ആൻസർ നമ്മളിവിടെ നോട്ട് ചെയ്യും. അതേമാതിരി അടുത്തത് 40 ഇൻറ്റു മാക്സിമം ഇൻറ്റു ആൽഫ 0.6 പ്ലസ് മിനിമം ഇൻറ്റു 1 മൈനസ് ആൽഫ. അതിൻ്റെ വാല്യൂ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, എൻ്റെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതണം. അതുമാതിരി മാക്സിമം അടുത്തതിൽ 60 ഇൻറ്റു 0.6 പ്ലസ് 3 ഇൻറ്റു 0.4. ഈ കൂട്ടത്തിലുള്ള മാക്സിമം ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിൻ്റെ നെക്സ്റ്റ് മെത്തേഡ് ഇസ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക്. ഈ മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് ആക്ഷൻ എടുത്താൽ ഏത് സ്റ്റേറ്റ് ഓഫ് നേച്ചർ വരും എന്നുള്ളതിൻ്റെ ഒരു പ്രോബബിലിറ്റിനെ കുറിച്ചുള്ളൊരു ഇൻഫോർമേഷൻ, എത്രത്തോളം പ്രോബബിലിറ്റി ഉണ്ട് ഇന്ന സ്റ്റേറ്റ് ഓഫ് നേച്ചർ വരാൻ എന്നുള്ള ഒരു കാര്യം ഡിസിഷൻ മേക്കറിന് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മെത്തേഡ്സ് ഏതൊക്കെയായിരുന്നു? എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ EMV കാൽക്കുലേറ്റ് ചെയ്യും, എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് EOL ആൻഡ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് പെർഫെക്റ്റ് ഇൻഫോർമേഷൻ EVPA. ഈ മെത്തേഡ്സ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ, ഒരു പേ ഓഫ് ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ കൂടി ഉണ്ടാവും. ഇവിടെ ഓരോ സ്റ്റേറ്റ് ഓഫ് നേച്ചറിൻ്റെ പ്രോബബിലിറ്റി കൂടി തന്നിട്ടുണ്ടാവും. അപ്പോൾ S1ൻ്റെ പ്രോബബിലിറ്റി ഇവിടെ 0.5 ആണ്, S2ൻ്റെ 0.4 തന്നിട്ടുണ്ട്, ആൻഡ് S3യുടെ 0.1 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്? ആദ്യം നമ്മൾ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഓരോ കോഴ്സ് ഓഫ് ആക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? എക്സ്പെക്റ്റേഷൻ നമുക്കറിയാം, കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വാല്യൂ ഇൻറ്റു പ്രോബബിലിറ്റി, അങ്ങനെയുള്ളവരുടെ സമ്മാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് 30 ഇൻറ്റു 0.5. ഇവിടെ ഫസ്റ്റിൻ്റെ നേരെ എന്താ ചെയ്യുന്നത്? 30 ഇൻറ്റു 0.5 പ്ലസ് നെക്സ്റ്റ് വാല്യൂ 20 ഇൻറ്റു ഇറ്റ്സ് പ്രോബബിലിറ്റി, 20 ഇൻറ്റു 0.4 പ്ലസ് 40 ഇൻറ്റു 0.1, 40 ഇൻറ്റു 0.1. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന വാല്യൂ 27 ആണ്. അതേമാതിരി നെക്സ്റ്റ് A2ന് കറസ്പോണ്ടിങ് ആയിട്ട് 25 ഇൻറ്റു 0.5 പ്ലസ് 35 ഇൻറ്റു 0.4 പ്ലസ് 30 ഇൻറ്റു 0.1. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 29.5 ആണ് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ. ആൻഡ് A3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് EMV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 22 ഇൻറ്റു 0.5 പ്ലസ് 20 ഇൻറ്റു 0.4 പ്ലസ് 35 ഇൻറ്റു 0.1. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 22.5 ആണ്. അപ്പോൾ നമുക്ക് ഓരോ കോഴ്സ് ഓഫ് ആക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇതിലത്തെ മാക്സിമം ഏതാണ് എന്ന് നോക്കി. ഇവിടുത്തെ മാക്സിമം ഏതാണ്? മാക്സിമം EMV നമ്മൾ നോക്കി. മാക്സിമം EMV ഇസ് ഈക്വൽ ടു 29.5 and it corresponds to the course of action A2. A2 എന്ന് പറയുന്ന
കോഴ്സ് ഓഫ് ആക്ഷൻ ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്തത് നമ്മൾ എങ്ങനെയാണ് എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പേ ഓഫ് ടേബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നമ്മൾ ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ ഓരോന്നിനും പ്രോബബിലിറ്റി ഉണ്ട്. 0.5, 0.4 ആൻഡ് 0.1. നമ്മൾ നേരത്തെ EMV കണ്ട അതേ മെത്തേഡ് തന്നെയാണ്, പക്ഷെ കാൽക്കുലേഷൻ നടത്തുന്നത് ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ ഉപയോഗിച്ചിട്ടാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഇവിടെയുള്ളൂ. ഇവിടെ നമ്മൾ എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് ഓരോന്നിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യും. 0 × 0.5 + 15 × 0.4 + 0 × 0.1. അപ്പോൾ ഓപ്പർച്യൂണിറ്റി ലോസ് ഇസ് 6. മാതിരി A2ന് കറസ്പോണ്ടിങ് ആയിട്ട് 5 × 0.5, 0 × 0.4, 10 × 0.1. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3.5 എന്നുള്ള ആൻസറാണ്. ആൻഡ് A3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള EOL 8 × 0.5, 15 × 0.4 ആൻഡ് 5 × 0.1 ആൻഡ് ദ ആൻസർ ഇസ് 10.5. അപ്പോൾ ഓപ്പർച്യൂണിറ്റി ലോസ് വെച്ചിട്ടുള്ള ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് നമ്മൾ ഏറ്റവും മിനിമം ഉള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ മിനിമം ഓപ്പർച്യൂണിറ്റി ലോസസ് 3.5 വിച്ച് കറസ്പോണ്ട്സ് ടു ദി കോഴ്സ് ഓഫ് ആക്ഷൻ A2. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് A2 എന്ന് പറയുന്ന കോഴ്സ് ഓഫ് ആക്ഷൻ ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് പെർഫെക്റ്റ് ഇൻഫോർമേഷൻ. അപ്പം ഇവിടെ പ്രോബബിലിറ്റി ഉണ്ട് 0.5, 0.4 ആൻഡ് 0.1 അല്ലേ. അപ്പോൾ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് പെർഫെക്റ്റ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് പെർഫെക്റ്റ് ഇൻഫോർമേഷൻ മൈനസ് മാക്സിമം EMV എന്ന് പറഞ്ഞിട്ടുള്ള കാൽക്കുലേഷനാണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത്. അതിൽ മാക്സിമം EMV നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. അത് 29.5 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് പെർഫെക്റ്റ് ഇൻഫോർമേഷൻ ആണ്. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഓരോ സ്റ്റേറ്റ് ഓഫ് നേച്ചറിൻ്റെയും മാക്സിമം, സ്റ്റേറ്റ് ഓഫ് നേച്ചറിൻ്റെ മാക്സിമം നമ്മൾ നോക്കി. അപ്പോൾ ഏതൊക്കെയാണ് ഇവിടെ 30 ഉണ്ട്, ഇവിടെ 35 ആൻഡ് ഇവിടെ 40. ഇതിനെ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 30 × 0.5 പ്ലസ് ഇതിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂസ് ആണ് കണ്ടുപിടിക്കുന്നത്, പ്ലസ് 35 × 0.4 പ്ലസ് 40 × 0.1 എന്ന് നമ്മൾ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 33 ആണ്. അതായത് എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് പെർഫെക്റ്റ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ 33 ആണ്. മൈനസ് 29.5 ചെയ്തു, നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 3.5 ആണ്. അപ്പം ഇങ്ങനെയാണ് എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് പെർഫെക്റ്റ് ഇൻഫോർമേഷൻ എത്രയാണ് എന്ന് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ കോൺഫ്ലിക്റ്റ് ആണ്. ഡിസിഷൻ മേക്കിംഗ് അണ്ടർ കോൺഫ്ലിക്റ്റ് ആണ് നമ്മൾ അടുത്ത് ഉപയോഗിക്കാൻ പോകുന്ന മെത്തേഡ്. അപ്പം ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ കോമ്പറ്റീഷൻ എന്ന് പറയും. അതായത് നമ്മൾ ഒപ്പോണൻ്റ് ഏത് ആക്ഷൻ ആണോ എടുക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കും ഈ കേസിൽ ഡിസിഷൻ മേക്കേഴ്സ് എടുക്കുന്നത്. അതിനെയാണ് ഡിസിഷൻ മേക്കർ അണ്ടർ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഗെയിം തിയറി എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് എന്താണെന്ന് മാത്രം പറയേണ്ട ആവശ്യമുള്ളൂ, ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ഇതായിരുന്നു അടുത്ത കേസ്. പിന്നെ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഡിസിഷൻ ട്രീസ് എന്താണ് എന്നാണ്. ഡിസിഷൻ ട്രീസ് എന്താണ് എന്നായിരുന്നു. ഡിസിഷൻ ട്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഡിസിഷൻ എടുക്കുന്നതും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ഷനെ നമ്മൾ ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അവിടെ ഓരോ ഡിസിഷൻ നോഡുകളുണ്ടോ അതിന് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഡിസിഷനുകളെ നമ്മൾ ഓരോ സ്ക്വയർ നോഡുകളാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മൾ ഓരോ ലൈനുകളാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഴ്സസ് ഓഫ് ആക്ഷനെ കാണിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചാൻസ് നോഡുകളുണ്ട്, അവരെ നമ്മൾ സർക്കിൾസ് വെച്ചിട്ടായിരുന്നു റെപ്രസെൻ്റ് ചെയ്തത്. ആൻഡ് ഓരോ ഇതിൻ്റെ ഓരോ ലൈനിൻ്റെയും എൻഡിലായിട്ട് നമ്മളതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേ ഓഫുകളായിരുന്നു എഴുതുന്നുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഓരോന്നിൻ്റെയും ഓരോ ചാൻസ് നോഡിലും നമ്മൾ EMV കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്തിട്ട് ബാക്കിലേക്ക് വരികയാണ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മൾ മാനേജ്മെൻറ്റ് സയൻസിൽ നമ്മളെടുത്ത പോർഷൻ്റെ റിവിഷൻ. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നിങ്ങളെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് മനസ്സിൽ ഒരിക്കൽ കൂടി ഞാൻ ഇട്ടുതരാം.